കർക്കിടക വാവിനോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയായിരുന്നു ചടങ്ങുകൾ. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ അസിത സഹീർ അല്പസമയത്തിനകം. മണപ്പുറം മുഴുവൻ ചെളി നിറഞ്ഞതിനാൽ ഇത്തവണ വാഹന പാർക്കിംഗ് സ്ഥലത്തായിരുന്നു ചടങ്ങുകൾ. മണപ്പുറം ഭാഗത്തേക്കുള്ള സഞ്ചാരവും വിലക്കിയിട്ടുണ്ട്. മഴ പെയ്താൽ പെരിയാറിൽ ജലനിരപ്പ് ഇനിയും ഉയർന്നേക്കും. അതിനാൽ മണപ്പുറത്തെ ക്ഷേത്രത്തിലേക്കും പുഴയോരത്തേക്ക് പോകാനും അനുമതിയില്ല. പകരം ഭജനമഠത്തിന് സമീപമുള്ള മുകളിലെ ക്ഷേത്രത്തിൽ ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ശ്രീലത പറഞ്ഞു. പ്രതികൂല കാലം ഇതാണെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അത് വരുമ്പോൾ അത് അത്ര ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് ഇവിടെ പകര സംവിധാനമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. നിയന്ത്രണങ്ങളോട് പൊരുത്തപ്പെട്ടാണ് ഇക്കുറി വിശ്വാസികൾ ബലിതർപ്പണ ചടങ്ങിനെത്തിയത്. ഈ പ്രാവശ്യം വന്നിട്ട് നിന്ന് ചെയ്യണം. ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നണത്. ചെളി വെള്ളവും ഒക്കെ ആയിട്ട് ഈ പ്രാവശ്യവും ആ പ്രളയം വന്നപ്പോഴും ഞങ്ങൾക്ക് കയറാനും പറ്റിയില്ല. അമ്പലത്തിൽ ഞങ്ങളിവിടെ പുറത്തിരുന്നൊക്കെ കൊണ്ട് പോകണം എല്ലാപ്പോഴും. ബലിതർപ്പണത്തിനായി എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.